ഹലോ, ഞാൻ മോഹൻലാൽ എന്ന വ്യക്തിയായി നിങ്ങളോട് നേരിട്ട് പറയുകയാണ്. ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിന് നേരെ ആക്രമണം. മോഹൻലാലിനെ അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് കൊച്ചി ഇടപ്പള്ളിയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. കിട്ടി, ചെകുത്താന് കണക്കിന് കിട്ടി. കാറിലെത്തിയ 5 അംഗ സംഘം എടുത്തിട്ട് പെരുമാറിയെന്നാണ് കേൾക്കുന്നത്. പ്ലീസ് നിർത്തിക്കോളൂ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി. മോഹൻലാലിനെ പറ്റി വീഡിയോ ഇടൂടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ വന്നത്. അപ്പോ സംഭവം ലാലേട്ടൻ ഫാൻസ് ആണെന്ന് പറഞ്ഞാണ് 5 അംഗ സംഘം തട്ടുകടയിൽ ഫുഡ് കഴിക്കുന്ന ചെകുത്താനെ കൈകാര്യം ചെയ്തത്. ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ പകയല്ല. കുറെ കാലങ്ങളായി ചെകുത്താനെ ലാലേട്ടൻ ഫാൻസ് പണ്ടേ ഓങ്ങി വെച്ചതാണ്. അമ്മാതിരി കളിയാക്കലായിരുന്നു ഇവൻ ലാലേട്ടനെ. ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും നീ വെച്ചേരും. എന്തായാലും ചെകുത്താൻ നല്ലവണ്ണം പേടിച്ചിട്ടുണ്ട്. തട്ടുകടയിലെ മർദ്ദനത്തിനു ശേഷം പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോയ ചെകുത്താനെ തേടി വീണ്ടും അവർ എത്തി, ഭീഷണിപ്പെടുത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് എവിടെ നിന്നാണ് അറിയത്തില്ല, ഇവൻ ചാടി വന്ന് എനിക്കിട്ട് ഒറ്റയിടി തലക്കിട്ട്. അപ്പൊ ഞാൻ ഈ ബൈക്കൊക്കെ കയറുന്ന ഹെൽമെറ്റ്. എന്തായാലും പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വാർത്ത കേട്ടത് മുതൽ കമന്റ് ബോക്സിൽ ചെകുത്താനെ കൈകാര്യം ചെയ്തവരെ സപ്പോർട്ട് ചെയ്താണ് കൂടുതലും വരുന്നത്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. പണ്ട് ലാലേട്ടൻ വയനാട് ദുരന്തത്തിൽ സൈനിക വേഷത്തിലെത്തിയതിന് ചെകുത്താൻ നടത്തിയ വീഡിയോ വൻ വിമർശനമായിരുന്നു. അന്ന് അതിന് കേസും എടുത്തു. ലാലേട്ടൻ എന്ത് നല്ലത് ചെയ്താലും ഇവൻ കളിയാക്കി വീഡിയോ ഇടും. കുഴപ്പം അപ്പൊ ഒരു ചെറ്റയാണെന്ന് തോന്നാം, നാറിയാണെന്ന് തോന്നാം, തെണ്ടിയാണെന്ന് തോന്നും. അല്ല, ഈ മോഹൻലാലിന്റെ പൈസയ്ക്ക് വല്ല ആവശ്യം ഉണ്ടല്ലേ? ഈ മണ്ടന്മാരായ ഫാൻസ് ഉണ്ടല്ലോ, ഈ നാട് നീളെ പോസ്റ്റ് ഇട്ട് നടക്കുക. എന്തായാലും ചെകുത്താൻ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. ഇനി നിന്നെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ട ഈ വണ്ടിയുടെ എഞ്ചിൻ ഞാൻ അടിച്ചെടുക്കും.